പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. റമദാൻ മാസത്തിലെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് മറ്റൊരു പ്രാർത്ഥന പഠിക്കാം. അല്ലാഹുമ്മ ഇഷ്ഹിദിശ് ശഹ്റ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന വജ്അൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈന. ഇതാണ് ആ പ്രാർത്ഥന. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹുമ്മ ഇഷ്ഹിദിശ് ശഹ്റ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ. അല്ലാഹുവേ, ഈ മഹത്വമുടയുന്ന അനുഗ്രഹീതമായ ഈ മാസത്തെ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കി മാറ്റണമേ. ലാ ഷാഹിദൻ അലൈന, ഞങ്ങൾക്ക് പ്രതികൂലമായ സാക്ഷിയാക്കി മാറ്റരുതേ. വജ്അൽഹു ഹുജ്ജതൻ ലനാ, ഞങ്ങൾക്ക് അനുകൂലമായ തെളിവാക്കി മാറ്റണമേ. ലാ ഹുജ്ജതൻ അലൈന, ഞങ്ങൾക്ക് പ്രതികൂലമായ തെളിവാക്കി മാറ്റരുതേ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഒന്നിച്ചു പറയുകയാണെങ്കിൽ, ഈ മഹത്വമുടയുന്ന അനുഗ്രഹീതമായ ഈ മാസം ഞങ്ങൾക്ക് അനുകൂലമായി നാളെ സാക്ഷി പറയണമേ. ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയരുതേ. ഞങ്ങൾക്ക് അനുകൂലമായ തെളിവാക്കി നൽകണമേ. ഞങ്ങൾക്ക് പ്രതികൂലമായ തെളിവാക്കി നൽകരുതേ. റമദാൻ മാസം അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. നാളെ പാരത്രിക ലോകത്ത് നമ്മെ വിചാരണ ചെയ്യുമ്പോൾ എല്ലാ സൃഷ്ടികളും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ആ കൂട്ടത്തിൽ റമദാൻ മാസവും ഉണ്ടായിരിക്കും. ആ റമദാൻ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം. അനുകൂലമായി സാക്ഷി പറയണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? ഒരാൾ ഈ പ്രാർത്ഥന കൃത്യമായി വ്യക്തമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ റമദാൻ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ റമദാൻ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ? പ്രാർത്ഥന മാത്രം മതിയോ? പ്രാർത്ഥിച്ച് രക്ഷപ്പെടാം എന്നാണോ നമ്മളൊക്കെ വിചാരിക്കുന്നത്? പ്രവർത്തനങ്ങൾ ഒന്നും വേണ്ടേ? റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. റമദാൻ മാസത്തിൽ എന്താ ചെയ്യേണ്ടത്? റമദാൻ മാസത്തിൽ അള്ളാഹു വച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെ? അതൊക്കെ എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്? അതിതീവ്രമായ പരിശ്രമം നടത്തിയിട്ട് പ്രാർത്ഥിക്കണം. ഒന്നും ചെയ്യാതെ കൈകെട്ടി നിന്നിട്ട് കുറേ ദുആ ചെയ്താൽ എല്ലാം ശരിയാകും എന്ന നമ്മുടെ വിചാരം തെറ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഞാൻ എന്ത് പണിയെടുത്തിട്ടുണ്ട് റമദാൻ മാസത്തിൽ? എനിക്ക് അനുകൂലമായ തെളിവായിട്ട് എനിക്ക് എന്നെ സപ്പോർട്ടാക്കാൻ, എനിക്ക് വേണ്ടി അള്ളാഹുവോട് ശുപാർശ ചെയ്യാൻ ഈ റമദാൻ മാസത്തിന് സാധിക്കണമെങ്കിൽ ആ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് കഠിനാധ്വാനം നമ്മളൊക്കെയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.